ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ്. രാവിലെ തന്നെ ഇപ്പോൾ സമയം രാവിലെ 7:30 കഴിഞ്ഞു. 8 മണിക്ക് ആവാറായി. അപ്പോൾ ഗായ്സ്, നമ്മൾ ഒന്ന് ബീച്ച് വരെ പോവാണ് ഗായ്സ്. കുറച്ച് പരിപാടികളുണ്ട് അവിടെ ചെന്നിട്ട്. ഒരു 2-3 വീഡിയോ ഒക്കെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി പോവാണ് ഗായ്സ്. പിന്നെ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ടാകും. ഞാൻ ആള് വരുമ്പോൾ കാണിച്ച് തരാം. ഓക്കെ. അപ്പോൾ വേറെ ഒന്നുമല്ല ഗൈസ്, നമുക്കൊരു പ്രൊമോഷൻ്റെ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ കുറേ നാളായി ഞാൻ ബാദുവിൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്നു പറയുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇന്ന് ഡാൻസൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ഡാൻസ് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ബാദുവൊക്കെ വന്നു. നമ്മളിനി നേരെ പോകുന്നത് ബീച്ചിലേക്കാണ്. അപ്പോൾ ഗൈസ്, ബാദുവിന് നിങ്ങൾ 2-3 വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ മുമ്പ് കാണിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇനി അറിയാത്തവർക്ക് ഞാൻ ആരെന്ന് പറഞ്ഞു തരാം ഗൈസ്. ബാദു എൻ്റെ DH എന്ന് പറയുമ്പോൾ നമ്മുടെ ഡാൻസ് ക്ലാസ്സിലെ എൻ്റെ ചങ്കാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ ഡാൻസ് റീലിൻ്റെ താഴെ കുറേ കമൻറ്റ് വന്നായിരുന്നു, ആരാണെന്ന് ചോദിച്ചിട്ട്, പിന്നെ ലവറാണെന്നൊക്കെ ചോദിച്ചിട്ട് വന്നായിരുന്നു. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ഗൈസ്, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പിന്നെ ഞാനിപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ പോകാത്തതുകൊണ്ട് ഞങ്ങളങ്ങനെ കാണാറൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഒഴിവായതുകൊണ്ട് ഞങ്ങളൊന്ന് ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി പറഞ്ഞു വെച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഡാൻസ് റീലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ വേറെ എവിടേക്കല്ല ഗൈസ് പോയത്, ഞങ്ങൾ ഓഹോ ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു ബീച്ചിലേക്കാണ് പോയത്. അയ്യോ, വീഡിയോ എടുക്കട്ടെ. ഞങ്ങൾ അങ്ങനെ ഡാൻസ് കളിച്ചു. എന്താണ് ഡാൻസ് കളിച്ചതിനെ പറ്റി പറയാനുള്ളത്? കളിക്കുന്നില്ല. നമുക്ക് കഴിക്കാത്തോണ്ടാവും ചിലപ്പോ ഒന്നും. ഞങ്ങൾ ഇവിടെ ഒരു ചായക്കട കണ്ടു. അപ്പൊ അവിടെ നിന്ന് ചായ കുടിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചായക്ക് കുടിച്ച് കഴിഞ്ഞ് നേരെ പോയത് 4 മണിക്കാറ്റ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് ഇവിടെ അടുത്താണ് കേട്ടോ. ഞങ്ങളൊരു ഉച്ചയ്ക്ക് ആയപ്പോഴായിട്ടാണ് പോയത്. പിന്നെ ഇവിടെ ഈവനിങ് വന്ന് നല്ല രസമായിരിക്കും കാണാൻ. കാരണം നൈറ്റ് നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ പോയെന്ന് ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഒരു മഴക്കാരൊക്കെ പിടിച്ചൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾ വന്നത് ഇങ്ങോട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 4 മണി കാറ്റിനുള്ളിലേക്ക് കയറി. ഇതാണ് കാറ്റ്. കാറ്റ് എവിടെ? കാറ്റ് ഇല അനങ്ങുന്നുണ്ട് കാറ്റില്. ഭയങ്കര ഇല അനക്കമാണ്. അരയണ്ണാണ്. കൊത്തമ്മയോടാ നോക്കും. ഇതിന് മോടി കറിയാ മതി. 2 താറാവ്. പിന്നെ ഇത് എന്തുട്ടത്? അരയന്ന. ഗൈസ്, അരയന്ന എന്നാണ് ഇവിടെ ഒരാൾ പറയണത്. അരയന്ന. നീ ഉൾക്കാൻ പാടോ? നമ്മൾ ഉൾക്കാൻ പാടോ? ഞാൻ വീഡിയോ എടുക്കാം. ഒറ്റ ഒഴുകല് മതി. ആണോ? വരുന്നില്ല ഇങ്ങോട്ട്. വലിച്ചെടുക്കണ്ട വരുമോ? വരുന്നില്ല കാശ്. മറ്റേ ചളിയിലൊക്കെ കോരിയെടുക്കേണ്ട ഒരു മാളുവിനെ. ഗൈസ്, അവിടെ നിന്ന് ഇവിടെ അറ്റത്ത് വന്നിരിക്കണ ബാക്കിൽ നോക്കിയേ. മറ്റേ ബോട്ടിൽ വഞ്ചി പോലെ. നമ്മളിങ്ങനെ കയാക്കിങ് ചെയ്യാൻ പോവാ. അല്ല, നമ്മള് കയാക്കിങ്ങിന്റെ സ്ഥലത്തേക്ക് പോവാ. കയാക്കിങ്ങിന്റെ സ്ഥലത്തേക്ക് പോവാണ് ഗൈസ്. നടന്നുകൊണ്ടിരിക്കുന്നു നമ്മള്. അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്. രണ്ടും അതല്ലേ? അതും അത് ഇവരുടെ ഇതന്നെ, ഇവരുടെ സെയിം. 4 മണിക്കാറ്റ് ഇവരുടെ സെയിം തന്നെ. കയാക്കിങ് ഏരിയ നമ്മൾ നടന്നോണ്ടിരിക്കുന്നു. ഫീസ് 10 രൂപ. നമ്മളൊരു ടിക്കറ്റ് എടുത്തില്ലേ? ഊഞ്ഞാല. വെള്ളത്തിന്റെ എവിടെയാ? ഇതോടുകൂടി മാളുവിനെ യൂട്യൂബ് ചാനൽ കാണുന്നില്ല. ഞങ്ങള് വെള്ളത്തിൽ തള്ളിയിടാൻ പോവാ. എന്നിട്ട് യൂട്യൂബ് ചാനൽ ബാദു എന്ന പേരിൽ അറിയപ്പെടും. അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗൈസ് നമ്മുടെ കയാക്കിങ് ഏരിയ. ശരിടാ.
പോ അങ്ങട്. പിന്നെ ഞാൻ എടുക്കില്ലട്ടാ, നോക്കിയാ ചെളി വെള്ളം അഴുക്കാണ് അവിടെ. ലാസ്റ്റ് വൺ. ഇല്ല പോയിട്ട് വാ റൈഡ്. കയ്യൊന്ന് വിട്ടോക്ക്. നമ്മൾ കയാക്കിങ്ങിന് പോവാണ്, അത് ഒറ്റയ്ക്ക്. ഇവനൊരു ബോട്ടിൽ, ഞാനൊരു ബോട്ടിൽ, മമ്മൂ ഒരു ബോട്ടിൽ. പോവാം ഗൈസ് നമുക്ക്. മമ്മി ഇടിക്കല്ലേ. ഫോൺ എവിടെയാ? ഹലോ. എന്നെ വന്നിരിക്കണേ, പോയ എവിടേക്ക്? പ്രോയ അയ്യോ. കൊറച്ചേരായി ഇങ്ങോട്ട് ഞങ്ങള് സർക്കിൾ അടിച്ചോണ്ടിരിക്കാം. ഇങ്ങോട്ട് വാ ഒരു സൈഡ് മാത്രം തോഴി. വാ അത് പിടിക്ക്. സൈഡ് തോഴി. തിരികെ നീ പിടിക്ക്. അതന്നെ ഗൈസ്, ഞാനീല് പ്രോ ആയി പോയി. എന്താ ചെയ്യാ? നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യുക. അങ്ങനെ തോഴയൊക്കെ കഴിഞ്ഞ് ഗായ്സ് നല്ല രസമുണ്ടായിരുന്നു കേട്ടാ. ഒറ്റയ്ക്ക് തുഴയാൻ നല്ല രസമായിരുന്നു. നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു? അവന്റെ തൊപ്പി അപ്പൊ ഞങ്ങൾ വന്നപ്പോ ഭയങ്കര വെയിലായിരുന്നു. പക്ഷെ പിന്നെ നല്ല ക്ലൈമറ്റ്, വെയിലുണ്ടായിരുന്നില്ല ഭാഗ്യത്തിന്. ഗായ്സ്, അങ്ങനെ നമ്മൾ ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ ലൈറ്റായിട്ടാണ് ഫുഡ് കഴിച്ച. ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചു ഗായ്സ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ വീട്ടിൽ പോകുന്നു. ബാദുവിനെ ഡാൻസ് ക്ലാസ്സിൽ ഇറക്കണം. കുട്ടി ഡാൻസർ, പ്രോ ഡാൻസറാണ് ഗായ്സ് ബാദു. അപ്പോൾ അടുത്തത് ഗായ്സ്, ഞാൻ ഇവനെ ഡാൻസ് കളിക്കാൻ ഇല്ല. ഞാൻ ഇവനെ ഡാൻസ് കളിക്കാൻ വിളിക്കില്ല ഗായ്സ്, വിളിക്കില്ല. ബാദുവിനെ ഇറക്കിയിട്ട് നമ്മൾ വീട്ടിൽ പോവുകയാണ്. ഇന്നത്തെ കറക്കം കഴിഞ്ഞു. സ്വന്തമായി കൊറിയോ ചെയ്ത് ഭയങ്കര വലിയ കൊറിയോഗ്രാഫർ ആൻഡ് ട്രെയിനർ ആണ് ഗൈസ്. ഇപ്പോൾ ഗൈസ് റീല് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നെ ഫോളോ ചെയ്ത് DM ചെയ്ത് നമുക്ക് ഒരുമിച്ച് റീല് ചെയ്യാം. എന്റെ കൊറിയോയിലിട്ടാ ഞാൻ പഠിപ്പിച്ചത് നമ്മള് റീല് ചെയ്യും. സീരിയസ്ലി എന്നെ കൂട്ടാണ്ട് റീല് ചെയ്യുന്നീ. ഗൈസ് കോണ്ടാക്ട് ചെയ്ത DM വാ. അതെ, എന്നോട് DM ചെയ്യാം. ഞാൻ നമുക്ക് വൈറൽ കൊറിയോസ് ചെയ്യാം. വേറെ ആരെങ്കിലും ചെയ്ത വൈറൽ കൊറിയോസ് നമുക്ക് ചെയ്യാം. എന്റെ റീൽസ് ആണെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി. വിട്ടു, അത് വഴി വിട്ടു. പാട്ട് ചെക്കൻ മൂക്ക് നോക്കുന്നു. അങ്ങനെ ഗായ്സ് ബാദു പോയി. ഇനി ഞങ്ങൾ വീട്ടിൽ പോവാണ് ഗായ്സ്. നല്ല ക്ഷീണമുണ്ട്, കാരണം രാവിലെ തൊട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി വീട്ടിൽ പോവാണ് ഗായ്സ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്തായാലും ഇന്നത്തെ ദിവസം നല്ലപോലെ എൻജോയ് ചെയ്തു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ എന്നെ വിളിച്ചാൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.